പിന്നെ ആർക്കെങ്കിലും വീൽ ചെയർ വേണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് അതിൻ്റെ ഓഫീസ് അവിടെ പോയിട്ട് നമ്മളെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഇത് കൊടുത്താൽ വീൽ ചെയർ. ഓക്കെ ഓക്കെ. അപ്പോഴേ നമ്മൾ കാണാൻ പോകുന്നത് മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വീട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമുൽ ഫീൽ എന്ന് പറയുന്ന ഒരു വർഷത്തിൽ റസൂൽ എന്നാ ജനിച്ചതെന്ന് വെച്ചാൽ നമ്മളെന്താ പറയല്, ആമുൽ ഫീൽ. അതായത് പഴയ കാലത്ത് കുറേശ്ശികൾക്ക് എന്തില്ല, ഡേറ്റോ കാര്യങ്ങളോ സമയങ്ങളോ ഒന്നുമില്ല. അതായത് നമ്മൾ ഇപ്പോഴത്തെ 2014 2015 അങ്ങനെ ഡേറ്റ് ഇല്ല. ഒരു എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ടൈം പറയുന്നത് വെച്ചാൽ ആ വർഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ അതിൽ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കുറേശ്ശികളാക്കിയ ഒരാളെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ 5ാമത്തെ വല്യപ്പായിട്ടുള്ള ഖുസൈബ് ഇബ്നു കിലാബ്. ഈ ഖുസൈബ് ഇബ്നു കിലാബിന് മുമ്പ് കുറേശ്ശികൾ പല ഭാഗത്തും ചിന്നി ചേർത്ത് കാണുന്നത്. ഈ ഖുസൈബ് ഇബ്നു കിലാബ് എന്ത് ചെയ്തു, മക്കയുടെ അധികാരം പതുക്കെ ഏറ്റെടുക്കുകയും അങ്ങനെ എന്ത് ചെയ്തു, ഈ കുറേശ്ശികളായിട്ടുള്ള റസൂലുള്ളാഹിന്റെ കുടുംബം അങ്ങനെ എല്ലാ കുടുംബങ്ങളും എന്ത് ചെയ്യും, കാബന്റെ ചുറ്റുവട്ടത്ത് താമസം ആരംഭിക്കുകയും ബാക്കിയുള്ളവരെ ഇവിടുന്ന് മക്കത്തിന് നാട്ടി ഓടിക്കുകയും ചെയ്തിട്ട് ആളാണ് ഖുസൈബ് ഇബ്നു കിലാബ്. അദ്ദേഹമാണ് എന്ത് ചെയ്ത് കുറേശ്ശികളാക്കിയത്, അതായത് കാബന്റെ അധികാരികളാക്കി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നത് കുറേശ്ശികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ സംഭവമായിരുന്നു. കാരണം ഖുസൈബ് ഇബ്നു കിലാബ് മരണപ്പെട്ടു. അപ്പോൾ ആ വർഷം നടക്കുന്ന ഒരു കുട്ടി ജനിക്കുക അല്ലെങ്കിൽ സംഭവം നടന്നാൽ ഒരു പറയും ഖുസൈബ് ഇബ്നു കിലാബ് മരണപ്പെട്ട വർഷത്തിൽ നടന്ന സംഭവം എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, അന്നത്തെ കുറേശ്ശികൾക്ക് അങ്ങനെ അറിയുള്ളൂ. അപ്പോൾ അവർ മനസ്സിലാക്കാം ഖുസൈബ് ഇബ്നു കിലാബ് കൊല്ലപ്പെട്ട ആ വർഷത്തിലാണ് എല്ലാ കുട്ടി ജനിച്ചാൽ. അപ്പോൾ ഏകദേശം എത്ര പ്രായമായിട്ടുണ്ടാവും, എങ്ങനെയാണ് കണക്കാക്കുക. അതുപോലെ തന്നെ റസൂലുള്ളാഹി എന്നാണ് ജനിച്ചതെന്ന് ചോദിച്ചാൽ ആൾക്കാർ എന്താ പറയുക, ആമുൽ ഫീലിലാണ് ജനിച്ചത്. ഈ ആമുൽ ഫീൽ എന്താണ്? ആമുൽ ഫീൽ എന്ന് പറഞ്ഞാൽ അബ്രഹത്തിന്റെ ആനപ്പട്ടാളുമായിട്ട് എന്ത് ചെയ്തു, കാബ് പൊളിക്കാവുന്ന ഒരു സംഭവമാണ്. ഈ അബ്രഹത്ത് എന്ന് പറയുന്നത് ഹബശയിലെ ഒരു രാജാവായിരുന്നു. അപ്പോൾ അയാൾ യമനിൽ എന്തുണ്ടാവും, വലിയൊരു കെനീസ് ഉണ്ടാക്കി, ഒരു കാബ പോലത്തെ വലിയൊരു ഇതുണ്ടാക്കിയിട്ടാണ് എല്ലാ അറബികളും എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ട് വരണം. അപ്പോൾ അവർ പറഞ്ഞിട്ട് തലക്ക് സുഖം ചെയ്യും. ഇവിടെ മക്കയിൽ കാബുള്ളിടത്തോളം കാലം തീരെ ഒരാൾ എൻ്റെ അടുത്തേക്ക് വരില്ല. ഇപ്പോൾ അങ്ങനെ സംഭവമുണ്ട്, അങ്ങനെ സംഭവമുണ്ട്. എല്ലാ അറബികളും എല്ലാ വർഷവും എന്ത് ചെയ്യും, ദുൽഹജ്ജ് മാസമാകുമ്പോൾ അവിടെ ഒരുമിച്ച് കൂടുന്നൊരു കാബ്യം തോക്കണ്ട, അത് ഇട്ടിട്ട് പോലും തീരെ ഓല അത് തന്നെയാണ് പറഞ്ഞ ഒരു കാര്യം. അതാണ് കുളിച്ച് കളയുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആൾക്കാർ കിട്ടി വന്നോട്ടെ. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, വലിയൊരു ആനയായിട്ട് വന്നൊന്നുമല്ല, കുറേ ആനകളുമായിട്ടുള്ള സംഘം വന്നു, വ്യത്യസ്ത റിപ്പോർട്ടുകളാണ്. അപ്പം അങ്ങനെ ആ ആനകളുമായിട്ട് കാബ് പൊളിക്കാമെന്നൊരു സംഭവമുണ്ട്. അത് അന്നത്തെ കുറേശ്ശികൾ അന്നത്തെ മക്കക്കാരെ സംബന്ധിച്ച് വലിയൊരു സംഭവമാണ്. കാരണം അവർ ജീവിതത്തിൽ ആ ആനയെ കണ്ടിട്ടില്ല, അത്ര വലിയ സൈന്യം മക്ക ആക്രമിച്ചുകൂടായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യണം, അപരാധത്തിങ്ങനെ പോകുന്ന വഴിയിൽ എല്ലാ ഗോത്രങ്ങളെയും അടിച്ച് കൊതാക്കി അവരൊക്കെ സംഭവങ്ങളൊക്കെ അടിച്ച് മാറ്റി എതിർത്ത് നിന്നവരൊക്കെ തകർത്തുകൊണ്ട് ഇങ്ങനെ ആനയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അറഫയിൽ പോകുമ്പോൾ കാണിച്ചിട്ട് അറഫന്റെ ബാക്ക് ഭാഗത്ത് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം, അവിടെ ഇറങ്ങണം. അപ്പം അന്ന് അബ്ദുൽ മുത്തലിബാണ്, റസൂലുള്ളാഹിയുടെ വല്യപ്പയാണ് അന്ന് ഖുറൈശികളുടെ നേതാവായിട്ട്. അപ്പോൾ ഈ അബ്ദുൽ മുത്തലിബിന്റെ കുറേ ഒട്ടകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗത്ത് മേയാൻ വിട്ടിട്ടുണ്ട്, മക്കൻ്റെ പുറത്ത് പച്ചപ്പുള്ളോടത്ത്. അപ്പോൾ ഈ 100 ഒട്ടകങ്ങളെ എന്ത് ചെയ്തു, ഇയാൾ പിടിച്ചെടുക്കരുത്. പോരുന്ന വഴിയിൽ ഈ ഒട്ടകങ്ങൾ കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കിട്ട് വരും. കാരണം അവർക്ക് ഇതാക്കാനും മറക്കാനും തിന്നാനൊക്കെ സൈന്യമില്ല. അപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്ന വല്യപ്പാരെ കുറച്ച് ഒട്ടകങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ അയാൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്യുന്നു, കുറച്ച് ഖുറൈശി നേതാക്കളായിട്ട് ഈ അബ്രഹത്ത് രാജാവിനെ കാണാണ്ട് പോകും മക്കൻ്റെ പുറത്തേക്ക്. അപ്പോൾ പോകുന്ന അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ അബ്ദുൽ മുത്തലിബ് ഭയങ്കര ഹൈബത്തുള്ള ഒരാളാണ്. അയാൾ അതായത് വല്യപ്പാനെ കണ്ടാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ എന്ത് ബഹുമാനിച്ച് പോകുന്നൊരു ഭയങ്കര ഹൈബത്തുള്ള ഒരാളാണ്. അപ്പോൾ ഈ അബ്രഹത്തും ആളുകളും ഇങ്ങനെ ഇരിക്കുകയാണ്, എന്തിനാണ് അവിടെ റെസ്റ്റ് എടുക്കുകയാണ്, ഇങ്ങനെ മക്കൾക്ക് കയറാൻ വേണ്ടിയിട്ട് മക്കൻ്റെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്, അങ്ങോട്ട് കയറിയിട്ട് കാബ് കൊടുക്കണം, അതാണ് ഇങ്ങനെയുള്ള പ്ലാൻ. അപ്പോഴാണ് അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തത്, അങ്ങോട്ട് വരുന്നത്. അപ്പം ഈ അബ്രഹത്ത് ഇങ്ങനെ വിചാരിച്ചു വല്ല നേതാവിന് വരുന്നുണ്ട്, അപ്പോൾ ചർച്ചക്കായിരിക്കും പൊളിച്ചണ്ടെന്ന് പറയാൻ വരികയാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്തിക്കണം. അപ്പോൾ അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ വരുന്നുണ്ടപ്പോൾ ഖുറൈശികളുടെ നേതാവാണ്, ഇയാൾ രാജാവുമാണ്. അപ്പോൾ ഒന്ന് ബഹുമാനിക്കണം. അപ്പം തൊട്ടടുത്ത് എത്തിയാൽ എന്ത് ചെയ്യും, ഈ ഹൈബത്ത് കൊണ്ട് തന്നെ എനിക്കുള്ളൊരു സ്ഥാനം പോകും. കാരണം ഞാനും ചെറിയ ആളായി പോകുന്നുള്ള പേടിയാക്കുന്നുണ്ട്. കാരണം അബ്ദുൽ മുത്തലിബ് കാണുമ്പോൾ തന്നെ ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് ബഹുമാനിച്ച് പോകുന്നത് ഭയങ്കര ഇത്. അപ്പോൾ എന്ത് ചെയ്തു, നേരെ എന്ത് ചെയ്തു, അടിയിലിരുന്നു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് വന്നു, അങ്ങനെ അടിയിലെത്തി. എന്താ വന്നു ചോദിച്ചു, ഞാനിങ്ങനെ എൻ്റെ ഒരു 100 ഒട്ടകത്തിന് നിങ്ങൾ സൈന്യം പിടിച്ചെടുക്കേണ്ട, ആ 100 ഒട്ടകം പോകാൻ. അപ്പോൾ ഞങ്ങളൊന്ന് ഞങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ ഭയങ്കര സംഭവമാണ്, മക്കയിലെ ഖുറൈശിയുടെ നേതാവാണ്, നിങ്ങൾ കാബ് പൊളിക്കണ്ടെന്ന് പറയാൻ വന്നു. നിങ്ങൾ വന്ന് നിങ്ങൾ ഒട്ടകത്തിൻ്റെ കാര്യം പറയാൻ നിങ്ങൾക്ക് എന്താണ് തീരുത്തില്ല, നിങ്ങൾ നേതാവനല്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അബ്ദുൽ മുത്തലിബാണ് ഏറ്റവും പ്രസിദ്ധമായ വാക്ക് പറഞ്ഞത്, നിങ്ങൾ കാബ് പൊളിക്കാൻ വന്നതാണ്. ആ ഒട്ടകങ്ങൾ പിടിച്ച ഒട്ടകത്തിൻ്റെ ഉടമസ്ഥനാരാണ്, അതിൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ അതിനെ പോയിട്ട് വളർത്തുന്ന ആൾ ഞാനാണ്, അത് എൻ്റെ ഒട്ടകമാണ്. പിന്നെ നിങ്ങൾ പൊളിക്കാൻ വന്ന കാബുണ്ട്, അത് ഇൻ്റെതല്ല, അതിന് വേറെ റബ്ബുണ്ട്, ആ റബ്ബ് നോക്കിക്കോളും എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ കാര്യങ്ങളോട് എനിക്ക് പറയേണ്ട ആവശ്യം, അതിന് വേറെ റബ്ബുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത്. പിന്നെ അവരെന്ത് ചെയ്തു, അബാബിൽ ഭക്ഷണം എറിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഓരോ മക്കളിൽ കയറുന്നതിന് മുമ്പ് തന്നെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ഈ ഒരു സംഭവമാണ് അന്നത്തെ അറബികളെല്ലാവരും പിടിച്ചു വെച്ചൊരു സംഭവമാണ് അബ്രഹത്തിന്റെ ആനപ്പട്ടാളം വന്ന വർഷം. അപ്പോൾ റസൂലുള്ളാഹി എന്നാ ജനിച്ചു വെച്ചാൽ അന്നത്തെ അറബികൾക്ക് ആകാരം എന്താണ്, ആമുൽ ഫീൽഡാണ്. അതായത് അബ്രഹത്ത് ആന ആയിട്ട് കൊടുക്കാൻ വന്നില്ല, ആ വർഷത്തിലാണ് റസൂലുള്ളാഹി ജനിച്ചതെന്ന് പറയും. അങ്ങനത്തെ ഒരു വർഷത്തിൽ റസൂലുള്ളാഹി ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ 12-ാം തീയതി തിങ്കളാഴ്ച ഏറ്റവും അസഹുൽ ഖൗലി, പല റിവായത്തുകളുണ്ട് 9, 10, 15 അങ്ങനെ വ്യത്യസ്തമായിട്ട് ഇതുണ്ട്. എങ്കിലും ഏറ്റവും അസഹമായിട്ട് നമ്മൾ പറയാറുള്ളത് റബീഉൽ അവ്വൽ മാസം 12-ന് ഒരു തിങ്കളാഴ്ച ദിവസമാണ് റസൂലുള്ളാഹി ജനിച്ചത്. എവിടെയാണ് ജനിച്ചത്? ഈ കാണുന്ന വീട്, ഈ മക്കബത്തുൽ മുക്കറമ.
പട്ടാളക്കാരെ ഇരിക്കണം. അതിൻ്റെ ബാക്കിലുള്ള ഈ ബിൽഡിങ്ങിൻ്റെ ആ ഗേറ്റ് കൂടെ കയറിയിട്ട് ആദ്യത്തെ റൂമുണ്ട് വലത്ത് ഭാഗത്ത്. അതായത് ഈ മൂലയിൽ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ വീട്ടിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമിന ബീവിക്ക് എന്ത് ചെയ്ത് ആ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത് ഇവിടെ ഈ വീട്ടിൽ വെച്ചത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വീട് എന്ന് പറയുന്നത്. പിന്നീട് ഈ വീട് എന്ത് ചെയ്തു, ഒരുപാട് കാലത്തിന് ശേഷം ഒരു പള്ളിയായിരുന്നു. പിന്നീട് ആ പള്ളി മാറ്റിയിട്ട് ഇപ്പോൾ ഒരു ലൈബ്രറിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ നിലവിൽ നമുക്ക് എൻട്രൻസ് കാര്യങ്ങളൊന്നും അലോഡല്ല. അപ്പോൾ ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വീട്. അപ്പോൾ ജനിക്കുന്ന സമയത്ത് ഈ അബൂലഹബിൻ്റെ ഒരു അടിമസ്ത്രീ ഉണ്ടായിരുന്നു, സുവൈബ എന്ന് പറയുന്നത്. അപ്പോൾ അവരവിടെ ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു, നേരെ കുട്ടി ജനിച്ച ഉടനെ ഓടി പോയിട്ട് അബൂലഹബ് അളാപ്പായിരുന്നു അബൂലഹബുണ്ട്. അപ്പോൾ അബൂലഹബിനോട് ഓടി പോയിട്ട് നമ്മളെ മരിച്ചുപോയ ജ്യേഷ്ഠല്ലേ അബ്ദുള്ള അവർക്കൊരു കുട്ടി ജനിച്ചിട്ടുണ്ട്, ആൺകുട്ടിയാണ്. അപ്പോൾ അബൂലഹബ് ആ ഒരു സന്തോഷത്തിലാണ്, അബ്ദുള്ളക്ക് ഒരു കുട്ടി ജനിച്ചു, ഇന്ന് മുതൽ ജന്താണ് സ്വതന്ത്രയാണല്ലേ. അതായത് ഈ അബൂലഹബിൻ്റെ അടിമസ്ത്രീയായിരുന്നു സുവൈബ എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു, അപ്പം തന്നെ എഴുതി ചെല്ലിയതാണ്, ഞങ്ങൾക്ക് ഒരു സന്തോഷപ്രകാരം ഇന്ന് മുതൽ മോചിതയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചിട്ടാണ് കാണിച്ചത്. അതുകൊണ്ടാണ് ഇപ്പോഴും എന്ത് എല്ലാ തിങ്കളാഴ്ച ദിവസം വരുമ്പോൾ അബൂലഹബിന് നരകത്തിൽ വരുമ്പോൾ ചെറിയ ഭാഷുണ്ടാകുന്ന ഹദീസിലെങ്കിലും എല്ലാ ദിവസവും ചെയ്യും നരകത്തിൽ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് എല്ലാ തിങ്കളാഴ്ച ആകുമ്പോഴും എല്ലാ ഇടയിൽ നിന്ന് ചെയ്യും കുറച്ച് വെള്ളം കിട്ടുമായിരുന്നു. വെള്ളം കിട്ടും അത്രേ അബൂലഹബിന്. അബൂലഹബ് എന്ന് പറഞ്ഞാൽ എളാപ്പാക്ക്. അതിന് കാരണം എന്താണ്, റസൂൽ ജനിച്ചപ്പോൾ സന്തോഷിങ്ങനൊന്നും ആക്ഷൻ കാണിച്ചിട്ട് അന്ന് അത് മോചിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, ഈ സുവൈബയെ അങ്ങ് മോചിപ്പിക്കുകയും മറ്റൊക്കെ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമിന ബീവിയൊക്കെ ജീവിച്ചിരുന്ന വീടാണ് ഇത്. യഥാർത്ഥത്തിൽ വെല്ലിപ്പായിട്ടുള്ള അബ്ദുൽ മുത്തലിബിൻ്റെ വീടാണ്. അബ്ദുള്ള എന്നവർ റസൂൽ ജനിക്കുന്നതിന് മുമ്പേ വഫാത്തായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയാണ് ബനു ഹാഷിമിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഈ മലയുടെ പേരാണ് ജബൽ ഖന്ദാമ. ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ജബൽ അബൂ ഖുവൈസ്. അതായത് ഇങ്ങനെയാണ് മല ഉണ്ടായത്, വലിയ മലയായിരുന്നു. പിന്നീട് ഇപ്പോൾ ഇവർ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്താണ് ഈ ഒരു പാലസൊക്കെ കൊണ്ടുവന്നത്. മലയാണ് ഈ മല. അതുപോലാണ്ട് അവിടെ ആ ഒരു സഫ വരെ ഇങ്ങനെ ഒറ്റ മലയായിരുന്നു, വലിയൊരു മലയായിരുന്നു ജബൽ അബൂ ഖുവൈസ്. പിന്നെ അവിടുന്ന് ആ മല കഴിഞ്ഞ ഉടനെയാണ് ഈ ഖന്ദാമ എന്ന് പറഞ്ഞത് ജബൽ ഖന്ദമ എന്ന് പറഞ്ഞ മലയാണ്. പഴയ കാലത്ത് മക്കയിൽ എന്തില്ല, ഭൂമിയില്ല, എല്ലാം മലകളാണ്. അതുകൊണ്ടാണ് ഈ വീടുകളൊക്കെ ഇങ്ങനെയാണ് പഴയ കാലത്ത് വീട് വെച്ചിരുന്നത് മക്കാർ. അതായത് മലിൻ്റെ മുകളിൽ JCB പോരാള സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം എന്ത് ചെയ്യും, മക്കാർ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വീട് വെച്ച് മലിൻ്റെ മുകളിൽ വരെ വീട് പോകും. ഇപ്പോൾ അതൊക്കെ സർക്കാർ ഒഴിപ്പിച്ചതാണ്. പഴയ കാലത്തൊക്കെ ഇത് നിറച്ച് വീടായിരുന്നു, ഇതിൻ്റെ മുകളിൽ നിറച്ച് വീടുകളായിരുന്നു. കാരണം അന്ന് അവർക്ക് ഭൂമിയില്ല. ഓരോ മലയുടെ കയ്യ, ഇനി അടുത്ത മല തുടങ്ങുക അങ്ങനെയായിരുന്നു മക്കയിൽ. ഷ്യാബുകളാണ് മക്കയിൽ, മലയിടുക്കുകൾ മാത്രമേ ഉള്ളൂ വീടിന് താമസിക്കാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മല അതാട്ടോ, ഇതിൽ നമ്മളെ ചന്ദ്രപിളറിൻ്റെ ഒരു കഷ്ണം 50 ഒരു കഷ്ണം 90 പറഞ്ഞ് സുഭാഷ് ഇവിടെ നിൽക്കണം. അപ്പോൾ 2 പീസാക്കിയിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് ആ മലിൻ്റെ മുകളിലൊരു പീസും ഈ മലിൻ്റെ മുകളിലൊരു പീസും അങ്ങനെയാണ് ചന്ദ്രൻ പിളർക്കുക എന്നുള്ള സംഭവം ഉണ്ടായത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വീട് ഇവിടെയാണ്. ഇവിടെ 25 വയസ്സായതിന് ശേഷം ഇവിടുന്ന് കല്യാണം കഴിച്ചിട്ട് നമ്മൾ നേരത്തെ പോയ ഖദീജ ബീവിൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് അങ്ങോട്ടാണ് കൊണ്ടുപോയത്. അതുപോലെ തന്നെ ഈ റസൂലുള്ളാഹിനെ തുടക്കം മുതലേ സംരക്ഷിച്ചിരുന്ന ആരാണ്, വല്യപ്പായിരുന്നു അബ്ദുൽ മുത്തലിബ് എന്ന്. അവരാണ് റസൂലുള്ളാഹിനെ എടുത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, കാബിൻ്റെ എടുത്തിട്ടാണ് മുഹമ്മദ് എന്നുള്ള പേരിടുന്നത്. ഈ അബ്ദുൽ മുത്തലിബ് ഖുറൈശിയുടെ നേതാവായതുകൊണ്ട് തന്നെ കാബിൻ്റെ തണലിൽ അബ്ദുൽ മുത്തലിബിന് മാത്രമായിട്ട് ചെറിയൊരു സ്ഥലം ഉണ്ടാവും, ഇരിക്കാൾ സ്ഥലം. അതായത് അബ്ദുൽ മുത്തലിബ് മാത്രമേ കാബൊക്കെ ചാരി, ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യണം, മുമ്പിൽ വന്നിരിക്കണം. കാരണം ഒരു നേതാവാണ്, രാജാവ് പോലെ ഉള്ള ഒരു അധികാര സ്ഥാനത്തുള്ള ആളാണ് അബ്ദുൽ മുത്തലിബ് എന്ന്. അപ്പോൾ പലപ്പോഴും എന്ത് ചെയ്യും, അബ്ദുൽ മുത്തലിബ് നേരെ പോയാലും മുമ്പിൽ ഇരിക്കാനായിട്ട് പ്രത്യേകം ഒരു കാബിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ തണലിൽ ഒരു വീടിൻ്റെ ബാക്കിയുള്ളവർക്ക് മുമ്പിൽ ഇരിക്കണം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും എന്ത് ചെയ്യും, ചെറിയ കുട്ടികൾക്ക് നേരെ വന്നിട്ട് എന്ത് ചെയ്യും, ഈ അബ്ദുൽ മുത്തലിബ് ഇരിക്കണം അതേ കസാലയിൽ പോയി അതേ സ്ഥലത്ത് പോയി ഇരിക്കും. അപ്പം ബാക്കിയുള്ള ജലാപ്പാരും മൂത്തവർക്ക് നീശി അത് ജപ്പാൻ്റെ സ്ഥലമാണ്, അവിടെ ഇരിക്കാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യും, അബ്ദുൽ മുത്തലിബ് വരും, വേണ്ട ഓനെ തുടങ്ങണം, ഓൻ രാജാവാണ്, ഓൻ അവിടെ തന്നെ ഇരിക്കണം എന്നൊക്കെ എന്ത് ചെയ്യും, റസൂലുള്ളാഹിനെ അടുത്ത് പോയി ചിരിച്ചുവാണ്. കാരണം അബ്ദുൽ മുത്തലിബ് എപ്പോഴും അറിയാം റസൂലുള്ളാഹി സാധാരണ ഇതെല്ലാത്തിനും എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ഈ കുട്ടിക്ക് എന്നുണ്ട്. ഇപ്പോഴും എന്ത് ചെയ്യും, ബാക്കിയുള്ളവർക്ക് മുമ്പിൽ ഇട്ടു, അല്ല എൻ്റെ കുട്ടീനെ ഇട്ടാൻ പറ്റില്ലായിട്ട് എന്ത് ചെയ്യും, അടുത്ത് തന്നെ ഇരുത്തുമായിരുന്നു. കാബയോട് ചാർന്നിട്ട് ആ ഒരു തണലിൽ തന്നെ പലപ്പോഴും ഇരുത്തുമായിരുന്നു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയിരുന്ന ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞിട്ട് ആമിന ബീവിൻ്റെ വേലക്കാരിയും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയപ്പോൾ മദീനയിൽ തിരിച്ചു വരുന്ന അബവാ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആമിന ബീവി വഫാത്താണ്. അപ്പോൾ അബവാലിൽ വെച്ച് ആമിന ബീവി വഫാത്താൻ കൂടുതൽ ഉമ്മു ഐമൻ എന്ന് പറയുന്ന അടിമ സ്ത്രീയായിരുന്നു, അതായത് ആമിന ബീവിൻ്റെ വേലക്കാരി. അവരാണ് റസൂലുള്ളാഹി മദീനയിൽ മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു, അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഇവരോട് എപ്പോഴും പറയും എന്ത് ചെയ്യണം, കുട്ടികളെ കളിച്ചാൽ കൊണ്ടുപോകുന്നവർക്ക് കുട്ടിനെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അതായത് അങ്ങ് വിട്ടുപോകരുത്. അപ്പോൾ ഒരിക്കൽ അബ്ദുൽ മുത്തലിബ് ഇവിടെ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ റസൂല മാത്രം ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഈ ഉമ്മയമ്മ ആരോട് ആടിനെ നോക്കിയാൽ അപ്പം പിടിച്ചിട്ട് ചൂടായി. എന്നോട് ഞാൻ പറഞ്ഞില്ല എന്ത് ഈ കുട്ടീനെ ഒറ്റക്കിട്ട് പോകരുത്, ഈ കുട്ടിക്ക് പ്രത്യേക കാര്യമുണ്ട്, ഈ കുട്ടിനെ ആരെയും കണ്ടാൽ ചെയ്യും, ഈ ചൂത ക്രിസ്ത്യാനിവരൊക്കെ എന്ത് ചെയ്യും, അപായപ്പെടുന്ന സാധ്യത അവരുടെ വിട്ടുപോകരുത് എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുകയും വെച്ച് വളരുകയും ഒക്കെ ചെയ്തിരുന്ന വീട് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത്. ഇവിടെ 8 വയസ്സ് വരെയാണ് ഇവിടെ താമസിച്ചത്. 8 വയസ്സ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ അബൂ താലിബിൻ്റെ വീട് ഏകദേശം ഈ ഒരു ബിൽഡിംഗ് ഇതാ ഈ ഫസ്റ്റത്തെ ഇപ്പോൾ ഈ ടാങ്കുള്ള ഏകദേശം അവിടെ ഉണ്ടായിരുന്ന ഒരു വീട്ടിലായിരുന്നു അബൂ താലിബ്. അപ്പോൾ 8 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ 25 വയസ്സിൽ താമസിച്ചിരുന്നത് അബൂ താലിബിൻ്റെ ആ വീട്ടിലായിരുന്നു, മൂത്താപ്പാൻ്റെ. അവിടെയാണ് അലി റളിയല്ലാഹു ജനിച്ചത്. അതുകൊണ്ടാണ് ഈ ഷെബ് എന്ന് പറഞ്ഞാൽ ഈ മലയിടുക്കല്ലോ, ഈ മലഞ്ചെരുവ് എന്ന് പറയുന്നത്. ഇവിടെ ആയിരുന്നു അലി റളിയല്ലാഹു. അതുകൊണ്ട് ഷെബ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പേര് കിട്ടും. കാരണം അലി റളിയല്ലാഹു ജനിച്ച സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ. അല്ലെങ്കിൽ ഷെബ് ബനി ഹാഷിം, ഉസ്മാന്റെ കുടുംബത്തിൻ്റെ പേരാണ് ബനി ഹാഷിം. അവർ താമസിച്ചിരുന്ന ഏരിയയാണ് ഈ ഒരു ഭാഗം.
റസൂൽ എപ്പോഴും എന്ത് ചെയ്യും ചെറുപ്പത്തിലൊക്കെ ഇവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് കാബയിലേക്ക് പോകുക. ഈ മലൻ്റെ അപ്പുറത്താണ് നമ്മൾ അത്യാദിൽ നമ്മൾ നേരത്തെ ആടിനെ നോക്കിയെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യും കുറേശ്ശുള്ള ആടുകളും കാര്യങ്ങളൊക്കെ റസൂൽ ഇങ്ങനെ പോയിട്ട് ആ മലിൻ്റെ മുകളിൽ പോയിട്ട് ആടിനൊക്കെ നോക്കി വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരും. അങ്ങനെ റസൂലിന്റെ കുട്ടിക്കാലൊക്കെ ചെലവഴിച്ച ഭൂമിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മറ്റേ ഇതാണ് ആൾക്കാർ മനസ്സിലായത്. അതുപോലെ സഞ്ചാമ മല, അതിൻ്റെ അടിയിൽ റസൂലിന്റെ കുടുംബം താമസിക്കുന്ന വീട്, വീട്, ഇതൊരു ലൈബ്രറിയാണ്. അല്ലെങ്കിൽ നമുക്കൊന്നും എൻട്രൻസ് ആകും.